ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളുണ്ടല്ലോ, തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് മോര് കറിയാണ് കേട്ടോ. കുറേ ദിവസമായി മോര് കറി വെച്ചിട്ട്. അപ്പോൾ ഞാനോർത്ത് ഇന്നിപ്പോൾ ചാറ് കറി ആക്കാമെന്ന്. ഇപ്പോൾ കുമ്പളങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രമാത്രം ഉണ്ട വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ പകുതി മതി നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു കലത്തിലാണ് കേട്ടോ മോര് കറി വെക്കുന്നത്. മോര് കറിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന ഒരു കലമാണ്. ഉമ്മച്ചി തന്നതാണ് കേട്ടോ ഈ കലം. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുവേ. ആയിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വരുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങയിൽ വെളുത്തുള്ളിയും ഉള്ളിയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി അരച്ചത് അരപ്പാക്കിയിട്ടുണ്ടാവേ. നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കേ. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. ഇതിപ്പം ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നത്. തിളപ്പിക്കില്ല കേട്ടോ. ഏകദേശം തിള വരുമ്പോഴേക്കും ഞാൻ നിർത്തുവേ. തിളച്ച് വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇതൊന്ന് ഏകദേശം ഒന്ന് തിളക്കാനായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം പുളിയുള്ള തൈര് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ മോര് കറി പൊതുവെ ഉണ്ടാക്കുന്നത്. പിന്നെ അധികം ചാറോട് കൂടിയൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത്, കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ട്യൂഷന് കുട്ടികൾ വന്ന സമയം കേട്ടോ. അപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് അവരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളിരുന്ന് നോക്കാം കേട്ടോ. മാത്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ രാവിലത്തെ ടൈം മാത്സ് എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഇവന്മാർ പൊതുവെ കുറച്ച് എന്താ പറയുക, മടിയന്മാരൊന്നും അല്ല, പക്ഷേ ഭയങ്കര കെയർലെസ് ആണ് കേട്ടോ, എൻ്റെ മോൻ ഉൾപ്പെടെ. അപ്പോൾ നമ്മുടെ മോരുകറിയൊക്കെ നന്നായിട്ടായി വരുന്നുണ്ട്. നമുക്കൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് താളിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മോരുകറി റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ പാടി ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ചായയും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ കുറച്ച് പഠിപ്പിക്കാനുള്ളതിരുന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് മുന്നേ തന്നെ ആലിമ എഴുന്നേറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കിടക്കുന്നുണ്ട്. കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ആൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. കുറച്ച് നേരമായി അവൻ എഴുന്നേറ്റിട്ട്. അപ്പോൾ വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ആ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. അവൻ്റെ ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരണ്ടാന്ന് ഓർത്തിട്ട്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള പുട്ടുണ്ടാക്കാനുണ്ട്. ചിങ്ങമ്പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം കൂട്ടിയാണ് രാവിലെ കഴിക്കുന്നത്. അപ്പോൾ മോരുകറിയും പിന്നെ ആഹിലിന് കൊടുത്തു വിടാനായിട്ട് മുട്ട വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പൊടി പുട്ടുപൊടി അല്ല കേട്ടോ. നമ്മളുടെ ഒരു തരിതരി പോലത്തെ അരി ഉണ്ടല്ലോ, തരിതരി പോലുള്ളൊരു പൊടി ഉണ്ടല്ലോ, അതല്ല കേട്ടോ. ഇത് സാധാരണ പൊടിയാണ്. അപ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല സാധാരണ പൊടിയിൽ പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ശരിയായിട്ടില്ല കേട്ടോ. എന്തോ ഒരു വേവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഏകദേശം ആഹിൽ പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. നേരെ തന്നെ നമ്മൾ ആവി കയറ്റുന്നൊരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റി എടുത്തു കേട്ടോ. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവനുള്ളത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ആഹിലിനുള്ള പുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല. ഹസ്ബൻഡ് എപ്പോഴും പറയോട്ടോ, എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ നോക്കാൻ പറയോട്ടോ. പക്ഷെ എനിക്ക് ഒരു എന്താ പറയുക, ആ ഒരു പുട്ടിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് കാണണം കേട്ടോ. എന്നാലേ ഒരു തൃപ്തി ആവുള്ളൂ. അപ്പോൾ ആഹിലിനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. പഴം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇഞ്ചിനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട വറുത്തിട്ടുണ്ട്. മോരുകറിയും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആലിമിന് ഇന്ന് അംഗൻവാടിയിൽ വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മേലെയൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് TV കാണാനായിട്ട് പോയിരിക്കുവാണ് കേട്ടോ. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ വീട് മൊത്തം കൊളമായിട്ട് എപ്പോഴും കിടക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടോ കിടക്കുന്നത്. അപ്പോൾ അവൻ ഓക്കെയാണ്. എങ്കിലും ഒരു എന്താ പറയുക, ഒരു കണ്ടിട്ടൊരു സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓർത്തു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടൊക്കെ വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നിർത്തിയതാണേ. അപ്പം എനിക്കും വയ്യാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അവൻ്റെ വന്നതാണെന്ന് തോന്നുന്നു. തൊണ്ടവേദന ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഇപ്പോഴും തൊണ്ടവേദന ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. മെഡിസിനൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണേ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമ്മുടെ മുളക് അങ്ങോട്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊന്ന് ആ വെയിലത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചതാ. കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മേളിലൊക്കെ പോയി ഒന്ന് മെഷീനിലൊക്കെ ഒന്ന് അലക്കാനായിട്ട് ഇടട്ടെ. ആഹിലിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആഹിലിൻ്റെ ഓൾറെഡി ബെഡ്ഷീറ്റ് മാറ്റി അവിടെ കിടന്നിരുന്ന് വെച്ചത് അലക്കിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ മുന്നത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മടിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തുണി മടക്കണ കാര്യമാണ്. എനിക്ക് ഭയങ്കര മടിയാണേ. അപ്പം ഞാനപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇന്ന് മടക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ് കേട്ടോ. ആഹിലിൻ്റെ ഡ്രസ്സ് മാത്രം ഞാൻ അവിടെ വെച്ച് മടക്കിയിട്ട് അവൻ്റെ റൂമിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള ഡ്രസ്സെല്ലാം എടുത്ത് താഴത്തേക്ക് പോരും കേട്ടോ. താഴെ നിന്നിട്ടാണ് മടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ആഹിലിൻ്റെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് അവൻ്റെ ഷെൽഫിലൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതൊന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. സാധാരണ ഇപ്പം ഞാൻ ബാൽക്കണിയിൽ അങ്ങനെ ഇറങ്ങാറില്ല. ഒന്നാമത്തില് ബോഗൺവില്ലാസ് അങ്ങനെ പൂവൊന്നും ഇല്ലല്ലോ ഇപ്പം കാണാനൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെടി അധികം നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം വാടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ദിവസമായിട്ടുണ്ട് നമ്മൾ ചെടികൾ നനച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ചെടി അങ്ങോട്ട് നനച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൽ വെജിറ്റബിളിൻ്റെ സ്ലറി ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. മഴക്കാലം ആയെങ്കിലും ബോഗൺവില്ലാസിൽ ചെറുതായിട്ട് മുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ നിശാഗന്ധിയൊക്കെ കൊഴിഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ഈ അടുത്ത പൂവിടാനായിട്ട്. അപ്പോൾ അതാ വളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെടികളൊന്ന് നനച്ചു കൊടുക്കട്ടെ. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബീഫാണ്. ഞാൻ കുറച്ച് സവാളയൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വെയിലിപ്പോൾ ഇവിടെയാണ് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് മാറ്റി അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ട്യൂഷനും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിട്ടോ. പനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് കണ്ടീഷൻ. തൊണ്ട നല്ല വേദനയുണ്ട്. പിന്നെ പനി എന്ന് പറയാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് പോലെയൊക്കെയാണ്. അപ്പം അത് ഞാൻ ട്യൂഷൻ എടുക്കണ്ടെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്ത് അത്ര വലിയ പ്രശ്നമില്ലല്ലോ. പിന്നെ കുട്ടികളുടെ അടുത്തൊന്നും അല്ല ഞാൻ ഇരിക്കുന്നതും. അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് ഓർത്തു. നമുക്കിനിയിപ്പോൾ നാളെയൊക്കെ വയ്യാണ്ടായിക്കണേ പിന്നെ അവധി കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്രയും ക്ലാസ്സും പോകുമല്ലോ. അപ്പം ഞാൻ രാത്രിയിൽ ഇനിയിപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ എഗ്ഗ് ബുൾസൈ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ബ്രെഡിൻ്റെ ഒപ്പം. അപ്പോൾ അത് ആഹിൽ ചെയ്തോളൂ കേട്ടോ. ആഹിലിനറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും അവന് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയില്ലേ ഇതേപോലെ മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്, ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്തിടുന്നത്, അത് തന്നെ വേണമെന്ന് നിർബന്ധം കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു. പക്ഷെ അവനുണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അവനുണ്ടാക്കിയാലും അവനറിയില്ല, ഇതൊന്നും കട്ട് ചെയ്യാനൊന്നും ആൾക്കറിയില്ല. എഗ്ഗൊക്കെ ബുൾസ് ചെയ്തോളും, അതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ തന്നെ കൂടെ വരേണ്ടി വന്നു. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞതിൻ്റെ കോലമൊക്കെ ഉണ്ടാക്കാണത്. സവാള നല്ല വലുതാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ക്യാരറ്റ് അങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നാൽ ശരി കൂടെ നിർത്തി ചെയ്യിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എപ്പോഴും ഇല്ലാട്ട ഈ ഒരു ഇൻട്രസ്റ്റ്. ഇത് ഇഷ്ടമായത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാ ജോലികളൊന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. പാത്രമൊക്കെ എടുത്ത് വെക്കണം. നമ്മൾ കുറേ പറഞ്ഞു കഴിയുമ്പോഴാണ് പാത്രമൊക്കെ എടുത്ത് വെക്കുന്നത്. ഇത് ഇൻട്രസ്റ്റിങ് ആയതുകൊണ്ടാണ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് എന്തായാലും അവൻ പറയുന്നതല്ലേ. പിന്നെ മുട്ട അധികമൊന്നും ഉണ്ടായില്ല കേട്ടോ. മുട്ടയൊക്കെ കൂടുതൽ ചേർത്താലോ ഇതിന് മുട്ടയൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വന്നത്. മുട്ട ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബ്രെഡ് കൂടുതലുണ്ട്. അവന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് എടുത്തിട്ടാ. അപ്പോൾ ഉള്ള മുട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രിത്തേക്കുള്ള ഫുഡ് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്, പാത്രങ്ങളൊന്ന് കഴുകി വെക്കാനുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.